ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റിനുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കിച്ചൻ്റെ വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾ കുറേ പേര് കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സിങ്കിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുള്ള ഈ ഒരു ഡിഷ് ഡ്രെയിനർ റാക്കിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഡ്രെയിനർ റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മലപ്പുറം കയ്യിൽ ക്രോക്കറിയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു സെയിം പ്രൊഡക്റ്റ് ഇതിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പോൾ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. അതിൽ നമുക്ക് ഗ്ലാസ് കൂടെ വെക്കാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നത് മുകളിൽ പ്ലേറ്റ്സ് വെക്കുന്നതും പിന്നെ അതുപോലെ താഴെ ചെറിയ പ്ലേറ്റ്സ് വെക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ അതുപോലെ ബൗൾസ് കാര്യങ്ങളൊക്കെ വെക്കാനും ഉള്ളൊരു ഓപ്ഷനായിട്ടാണ് അതിൽ വരുന്നത്. ഇതിലിങ്ങനെ ഒരു 3 സ്റ്റാൻഡായിട്ടാണ് 3 റാക്കായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിനേക്കാളും ഒന്നുകൂടെ ഒരു യൂസ്ഫുള്ളാണ് അതിൽ ഗ്ലാസ് കൂടെ വെക്കാനുള്ളൊരു ഓപ്ഷൻ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. ആ ഒരു വീഡിയോയിൽ പോയി നോക്കിയാൽ കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല നമുക്ക് കിച്ചണിലേക്ക് മസ്റ്റായിട്ട് വേണമെന്ന് ഞാൻ പറയുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത് കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നമുക്ക് പാത്രമൊക്കെ കഴുകി ഇതിലേക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ മറ്റ് ഡിഷ് ഡ്രെയിൻ റാക്കൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോയാൽ പിന്നെ നമ്മൾ കബോർഡിനുള്ളിലേക്ക് വെക്കണം, അങ്ങനെയൊക്കെ വേണമല്ലോ. ഇതിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് പാത്രമൊക്കെ കഴുകി നേരിട്ട് ഇതിലോട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നേരിട്ട് ഇങ്ങനെ കഴുകി വെച്ചാൽ മതിയല്ലോ. അതല്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ ഒന്ന് വെള്ളം വാർന്നു പോകാനൊന്ന് കാത്തു നിന്ന് പിന്നെ അതൊക്കെ കബോർഡിനുള്ളിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെ ഒരുപാട് പണിയാവും. അപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ നമുക്ക് പിന്നെ കബോർഡിനുള്ളിൽ സെറ്റ് ചെയ്താലും ഇതുപോലെയുള്ള പ്ലേറ്റ്സ് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള സ്പൂണ് പ്ലേറ്റ്സ് ഇങ്ങനെയുള്ളതൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ. നേരിട്ട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്ക് കൊടുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസും അതുപോലെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.